നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. എന്താ ശബരേട്ടാ, ഉറക്കം വരുന്നില്ലേ? ഇതെന്തൊരു വലിയ കഷ്ടം. സ്വന്തം വീട്ടിൽ ഉറങ്ങുന്ന വെച്ചാ എന്താ ചെയ്യാ? പുറത്തൊരു വണ്ടി വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടു. അതാ ഞാൻ ഉണർന്നത്. ആരോ വന്നിട്ടുണ്ട്. ഞാനൊന്ന് നോക്കട്ടെ. ശബരേട്ടാ, ശബരേട്ടാ, ഞാനും വരാം. ശബരേട്ടൻ ഒറ്റയ്ക്ക് പോകണ്ട, അച്ഛനെ വിളിക്കാം. വെറുതെ അച്ഛനെയൊക്കെ ഉറക്കത്തിൽ നിന്ന് വിളിച്ച് ബുദ്ധിമുട്ടിക്കേണ്ട കാര്യമുണ്ട്. നമുക്ക് നോക്കാവുന്ന കാര്യമല്ലേ ഉള്ളൂ. രഘുവേട്ടനായിരുന്നോ? ശബരി, നീ ഇവിടെ കൊണ്ടാക്കിയിട്ട് തിരിച്ചു പോയില്ലല്ലേ? ഇല്ല രഘുവേട്ട, അച്ഛനെ കണ്ടിട്ട് പോകാമെന്ന് കരുതിയപ്പോഴേക്കും ലേറ്റായി. ഇനിയിപ്പോ നാളെ പോകാമെന്ന് വിചാരിച്ചു. എന്തായാലും നന്നായി. രഘുവേട്ടൻ എന്താ ഇത്ര ലേറ്റ് ആയിട്ട് വന്ന? ഇവിടെ ആരും രഘുവേട്ടൻ വരുമെന്ന് പറഞ്ഞേ ഇല്ല. വരുന്ന കാര്യം അമ്പിളി ചേച്ചി വിളിച്ചു പറഞ്ഞില്ലേ? ഇല്ല, എനിക്ക് പെട്ടെന്ന് ഇങ്ങോട്ട് വരണം തോന്നി, വന്നു. രഘുവേട്ടന്റെ മുറിയില ഞാനും ശബരിയേട്ടനും കിടക്കുന്ന. അമ്പിളി ചേച്ചി ചീരി ചേച്ചിയുടെ മുറിയില. ഞാൻ പോയി വിളിക്കാം. അല്ല, വേണ്ടതേ. അമ്പിളി ജോലി ചെയ്ത് ക്ഷീണിച്ചെടുക്കാവോ? നിങ്ങൾ ഉറങ്ങിക്കോ ശബരി. എനിക്ക് ആ മുറിയിൽ നിന്നൊരു ബെഡ്ഷീറ്റും തലേനെ എടുത്തു തന്നാൽ മതി. ഞാനിവിടെ എങ്ങനെ കിടന്നോളാം. അത് വേണ്ട രഘുവേട്ട. ദയ ചീരുവിന്റെ മുറിയിൽ അഡ്ജസ്റ്റ് ചെയ്തോളും. നമുക്ക് രഘുവേട്ടന്റെ മുറിയിൽ കിടക്കാം. പായും തലാണ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഭക്ഷണം കഴിച്ചില്ലെങ്കിലേ ചപ്പാത്തിയും കറി ഇരിപ്പുണ്ട്, നീ എടുത്തു കൊടുക്ക്. എനിക്ക് വയ്യ. പാവം, നല്ല ക്ഷീണം കാണും. ഞാനത് അവളെ വിളിക്കണ്ടെന്ന് പറഞ്ഞേ. എന്തായാലും ഞാൻ വന്നെന്നറിഞ്ഞ് പായം തലേനെ എടുത്തു തന്നല്ലോ. ഇനി നിങ്ങൾ മുറിയിലേക്ക് വെക്കോ, ഞാനിവിടെ പായ വരിച്ച് കിടന്നോളാം. രഘുവേട്ടന് ഫുഡ് കഴിക്കണ്ടേ? ഒന്നും കഴിച്ചു കാണില്ലല്ലോ. അല്ല, അത് നീ രഘുവേട്ടൻ എന്തെങ്കിലും കഴിക്കാനെടുത്ത് വയ്ക്കും. വേണ്ട ശബരി, ഞാൻ കഴിച്ചിട്ടാ വന്നേ. രഘുവേട്ടന്റെ മുഖത്ത് നല്ല ക്ഷീണമുണ്ട്. ഇത്ര ദൂരം വണ്ടി ഓടിച്ച് വന്നതല്ലേ, എന്തെങ്കിലും കഴിച്ചിട്ട് കിടന്നാൽ മതി. അല്ല, വേണ്ടാഞ്ഞിട്ടാ ശബരി. ഞാൻ കുറച്ച് വെള്ളം എടുത്ത് കുടിച്ചിട്ട് കിടന്നോളാം. രഘുവേട്ടൻ അങ്ങനെയൊക്കെ പറയും. നീ രഘുവേട്ടനുള്ള ആഹാരം കൊടുക്കും. രഘുവേട്ടൻ വേണ്ടെന്ന് പറയുമ്പോ പിന്നെ എന്തിനാ ശബരേട്ടൻ നിർബന്ധിക്കുന്നത്? ലേറ്റ് നൈറ്റില് ഫുഡ് കഴിക്കാതെ കിടക്കുന്നത് നല്ലത്. അതെ ശബരി, എനിക്കൊന്ന് കിടന്നാ മതി. നിങ്ങൾ പൊക്കോ. ചെല്ലേ. വാ ശബരേട്ടാ, രാവിലെ എഴുന്നേക്കേണ്ടതല്ലേ? രഘുവേട്ടൻ ശരിയെന്നാ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.